നിങ്ങളൊരു നല്ലവനായ വ്യക്തിയാണോ? ഈ ചോദ്യത്തിന് അതേ എന്ന് ഉത്തരം പറയാൻ നിങ്ങൾ അധികം ആലോചിക്കില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല, പറ്റിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ നല്ലവനായ ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, നിങ്ങളുടെ ഉള്ളിലെ ഈ നന്മ വെറും മുഖംമൂടി മാത്രമാണ്. സാഹചര്യമൊന്ന് മാറിയാൽ, അധികാരം കയ്യിൽ കിട്ടിയാൽ നിങ്ങളുടെ ഉള്ളിലെ ചെകുത്താൻ പുറത്തു വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1971 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു പരീക്ഷണം വെറും 6 ദിവസം കൊണ്ട് ഇത് തെളിയിച്ചു. സാധാരണക്കാരായ ബുദ്ധിമാന്മാരായ കോളേജ് വിദ്യാർത്ഥികൾ 24 മണിക്കൂർ കൊണ്ട് അവർ പരസ്പരം പീഡിപ്പിക്കുന്ന ക്രൂരന്മാരായി മാറി. ഇത് വെറും ഒരു പരീക്ഷണമല്ലായിരുന്നു, മുന്നറിയിപ്പായിരുന്നു. മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടിനെ പുറത്തു കൊണ്ടുവന്ന 6 ദിവസങ്ങൾ. ദ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ്. ഇന്ന് ടോക്ക് വിത്ത് റോണിക്സിൽ ആ ഭീകരതയുടെ കഥകളാണ് നമ്മൾ നോക്കുന്നത്. ഈ കഥ തുടങ്ങുന്നത് 1971 ലോകം വലിയൊരു ചോദ്യത്തിന് ഉത്തരം നേടുകയായിരുന്നു. ഹിറ്റ്ലറുടെ കാലത്ത് നാസി പട്ടാളക്കാർ ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിൽ അടക്കി കൊന്നു. എങ്ങനെയാണ് മനുഷ്യന് ഇത്ര ക്രൂരനാവാൻ കഴിയുന്നത്? ഇവർ ജന്മനാ ക്രൂരന്മാരായതാണോ, അതോ സാഹചര്യം വരെ അങ്ങനെ ആക്കിയതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഫിലിപ്പ് സിംബാർഡോ എന്ന സൈക്കോളജിസ്റ്റ് തീരുമാനിച്ചത്. ഒരു ജയിലിലെ സാഹചര്യം സൃഷ്ടിച്ചാൽ സാധാരണക്കാർ എങ്ങനെ പെരുമാറും, അതായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടത്. ഇതിനായി അദ്ദേഹം തെരഞ്ഞെടുത്തത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ബേസ്മെന്റ് ആയിരുന്നു. അവിടെ അദ്ദേഹം ഒരു ഫേക്ക് ജയിൽ നിർമ്മിച്ചു. അത് യഥാർത്ഥ ജയിലിനേക്കാൾ ഭീകരമായ ഒന്നായി മാറാൻ പോവുകയായിരുന്നു. ഇതൊരു പരീക്ഷണമാണെന്ന് സിംബാർഡോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു പരസ്യം കൊടുത്തു. ജയിൽ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ വോളണ്ടിയർമാരെ ആവശ്യമുണ്ട്. ദിവസക്കൂലി $15. 70ഓളം പേർ അതിനായി അപേക്ഷിച്ചു. 24 പേരെ സിംബാർഡോ തെരഞ്ഞെടുത്തു. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല, മാനസികമായി ഒരു പ്രശ്നവുമില്ല, നല്ല കുടുംബത്തിൽ നിന്നുള്ളവർ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് നോർമൽ പീപ്പിൾ. ഇവരെ 2 ഗ്രൂപ്പുകളായി തിരിച്ചു. ഒരു ഗ്രൂപ്പിൽ തടവുകാർ, മറ്റേ ഗ്രൂപ്പിൽ ഗാർഡുകൾ. ഒരു കോയിൻ ടോസ് ചെയ്താണ് ഇത് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഒരാൾ പോലീസ് ആയതോ തടവുകാരനായതോ ആ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. പരീക്ഷണം തുടങ്ങുന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു. പക്ഷെ വോളണ്ടിയർമാർ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. അവർ വീട്ടിൽ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പോലീസ് ജീപ്പ് വീടിന് മുന്നിൽ വന്നു നിന്നു. അത് നാടകമായിരുന്നില്ല, പാലോ ആൾട്ടോ സിറ്റി പോലീസ് ആയിരുന്നു അത്. സിംബാർഡോ പോലീസിന്റെ സഹായം തേടിയിരുന്നു. അയൽവാസികൾ നോക്കി നിൽക്കി അവരെ അറസ്റ്റ് ചെയ്തു. കൈകളിൽ വിലങ്ങ് വെച്ചു. കാറിന് മുകളിൽ കൈവച്ച് അവരെ പരിശോധിച്ചു. അയൽവാസികൾ വിചാരിച്ചത് അവർ യഥാർത്ഥത്തിൽ എന്തോ കുറ്റം ചെയ്തു എന്നാണ്. അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. വിരലടയാളം എടുത്തു. കണ്ണും മൂടിക്കെട്ടി യൂണിവേഴ്സിറ്റിയുടെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയി. ആ നിമിഷം മുതൽ അവർ വിദ്യാർത്ഥികളല്ലായിരുന്നു, വെറും തടവുകാർ മാത്രമായിരുന്നു. ഇവിടെയാണ് സിംബാർഡോയുടെ സൈക്കോളജിക്കൽ ഗെയിം തുടങ്ങുന്നത്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നു. നമ്പറുകൾ. അവർക്ക് പേര് വിളിക്കാനുള്ള അധികാരമില്ലായിരുന്നു. ഓരോ തടവുകാരനും ഓരോ നമ്പർ നൽകി. പ്രിസണർ 81, പ്രിസണർ 82 എന്നിങ്ങനെ. രണ്ടാമത്തത് വസ്ത്രധാരണം. അവർക്ക് അടിവസ്ത്രം ധരിക്കാനുള്ള അനുവാദമില്ലായിരുന്നു. ഒരു നീളൻ കുപ്പായമാണ് കൊടുത്തത്. മൂന്നാമത്തത് ചങ്ങല. അവരുടെ വലത് കാലിൽ ഒരു ചങ്ങല കെട്ടിയിരുന്നു. അവർ നടക്കുമ്പോഴെല്ലാം ആ ചങ്ങലയുടെ ശബ്ദം കേൾക്കാം. മറുവശത്ത് ഗാർഡുകൾക്കോ കാക്കി യൂണിഫോം, ലാത്തി, വിസിൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് സൺഗ്ലാസ്. ആ കറുത്ത സൺഗ്ലാസ് അവർക്കൊരു അധികാരത്തിന് മുഖംമൂടി നൽകി. അവർക്ക് ആരെയും കാണാം, പക്ഷെ അവരുടെ കണ്ണിലെ വികാരം ആർക്കും കാണാൻ പറ്റില്ല. ആദ്യ ദിവസം കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോയി. എല്ലാവരും കരുതിയത് ഇതൊരു തമാശയായിരുന്നു എന്നാണ്. പക്ഷെ 2ാം ദിവസം കാര്യങ്ങൾ മാറി. തടവുകാർക്ക് മനസ്സിലായി ഇത് തമാശയല്ല, സീരിയസ് ആണെന്ന്. അതോടെ അവർ കലാപം തുടങ്ങി. തൊപ്പികൾ വലിച്ചെറിഞ്ഞു, നമ്പറുകൾ പറിച്ചു കീറി, സെല്ലിന്റെ വാതിലുകൾ കട്ടിൽ വെച്ച് ബ്ലോക്ക് ചെയ്തു, ഗാർഡുകളെ തെറി വിളിച്ചു. ഇത് കണ്ടപ്പോൾ ഗാർഡുകൾക്ക് ദേഷ്യം വന്നു. അവർ തങ്ങളെ അനുസരിക്കുന്നില്ലല്ലോ, എന്നാൽ കാണിച്ചു കൊടുക്കാം. അവർ ഫയർ എക്സ്റ്റിങ്വിഷർ എടുത്തു വന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തണുത്തുറഞ്ഞ ഗ്യാസ് അവരുടെ ദേഹത്തേക്ക് അടിച്ചു. അവർ വാതിലുകൾ തകർത്ത് അകത്ത് കയറി അവരുടെ വസ്ത്രങ്ങൾ കീറി അവരെ നഗ്നരാക്കി. ഇതായിരുന്നു തുടക്കം. അപ്പോൾ ഗാർഡുകൾക്ക് മനസ്സിലായി തങ്ങൾക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല. അതോടെ അവരുടെ ഉള്ളിലെ മൃഗം ഉണർന്നു. ഈ കഥയിലെ ഏറ്റവും വെറുക്കപ്പെട്ട കഥാപാത്രമായിരുന്നു ജോൺ വെയ്ൻ. ഡേവ് എഷൽമാൻ എന്നായിരുന്നു ആ ഗാർഡിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ യൂണിഫോം കൈ കിട്ടിയപ്പോൾ വല്ലാത്തൊരു അധികാരം അദ്ദേഹത്തിന് തോന്നി. കൂൾ ഹാൻഡ് ലുക്ക് എന്ന സിനിമയിലെ വില്ലൻ പോലീസുകാരനെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അദ്ദേഹം സ്വന്തമായി ശിക്ഷാരീതികൾ കണ്ടെത്തി. തടവുകാരെ കൊണ്ട് പുഷപ്പ് പഠിപ്പിക്കുക, അവരുടെ മുകളിൽ ചവിട്ടി നിൽക്കുക, പാട്ട് പാടിക്കുക, ഇതെല്ലാം അദ്ദേഹത്തിന് വിനോദങ്ങളായിരുന്നു. ഏറ്റവും ഭയാനകമായ കാര്യം എന്തെന്നാൽ മറ്റു ഗാർഡുകൾ ഇയാളെ തടഞ്ഞില്ല. ചിലർ നല്ലവരായിരുന്നു, പക്ഷെ അവർ പോലും ജോൺ വെയ്ൻ ചെയ്ത ക്രൂരതകൾ കണ്ടില്ലെന്ന് നടിച്ചു. മറ്റു ചില ഗാർഡുകൾ അദ്ദേഹത്തെ അനുകരിച്ചു. അധികാരം കയ്യിൽ കിട്ടിയാൽ മനുഷ്യൻ എത്രത്തോളം ക്രൂരമാകുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. ശാരീരികമായി ഉപദ്രവിക്കാൻ സിംബാർഡോ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് ഗാർഡുകൾ സൈക്കോളജിക്കൽ ടോർച്ചർ തുടങ്ങി.
അവർ ഒരു പ്രിവിലേജ് സെല്ലുണ്ടാക്കി. കലാപത്തിൽ കൂടാത്ത 3 പേരെ അതിലേക്ക് മാറ്റി. അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു, കിടക്കാൻ മെത്ത കൊടുത്തു, പല്ല് തേക്കാൻ അനുവദിച്ചു. ബാക്കിയുള്ളവർക്ക് ഇതൊന്നും കൊടുത്തില്ല. ഇതിലേക്ക് ഗാർഡുകൾ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. നല്ല ഭക്ഷണം കഴിച്ച് നല്ല സെല്ലിൽ കിടന്നവരെ മോശം സെല്ലിലേക്ക് മാറ്റി. പട്ടിണി കിടന്നവരെ നല്ല ഭക്ഷണം കിട്ടുന്ന സെല്ലിലേക്കും. അതോടെ തടവുകാർക്കിടയിൽ ഒരു സംശയം പടർന്നു. ഇവൻ ഗാർഡുകളുടെ ആളാണോ അതോ ഒറ്റുകാരനാണോ? തടവുകാർ തമ്മിലുള്ള വിശ്വാസം തകർക്കുക എന്നതായിരുന്നു ഗാർഡുകളുടെ പ്രധാന ലക്ഷ്യം. ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചെയ്ത അതേ തന്ത്രം തന്നെ. അതോടെ തടവുകാർക്ക് പരസ്പരമുള്ള വിശ്വാസം ഇല്ലാതായി. അവർക്ക് പരസ്പരം മിണ്ടാൻ പോലും പേടിയായി. 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ തടവുകാരൻ തകർന്നുപോയി. പ്രിസണർ 8612. ഡങ്കസ് കോർപ്പി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അവൻ അലറി കരയാൻ തുടങ്ങി. എനിക്ക് പുറത്തു പോകണം, എന്റെ തല കത്തുന്നു എന്നൊക്കെ പറഞ്ഞ് സെല്ലിനുള്ളിൽ കിടന്ന് ബഹളം വെച്ചു. പക്ഷെ സിംബാഡോയും ഗാർഡുകളും വിചാരിച്ചത് അവൻ അഭിനയിക്കുകയാണെന്നാണ്. കരയുന്നത് നിർത്തൂ, നീ ഒരു പെണ്ണാണോ എന്നൊക്കെ പറഞ്ഞ് അവർ അവനെ കളിയാക്കി. ഒടുവിൽ സിംബാഡോ അവനോട് സംസാരിച്ചു. സിംബാഡോ പറഞ്ഞു, ഞാൻ ജയിലറുമല്ല, നീ ഒരു തടവുകാരനുമല്ല, നമ്മൾ അഭിനയിക്കുകയാണ്. പക്ഷെ ഇതല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, നിനക്ക് ഭയമാണെങ്കിൽ നീ ഒരു ഇൻഫോമർ ആകൂ എന്നാണ്. അതായത് അദ്ദേഹം പോലും അറിയാതെ ഈ പരീക്ഷണത്തിൽ ഒരു കഥാപാത്രമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. അവസാനം 8612 ഭ്രാന്ത് പിടിച്ചതുപോലെയായി. അങ്ങനെ അവർക്ക് അവനെ തുറന്നു വിടേണ്ടി വന്നു. പോയപ്പോൾ അവൻ മറ്റുള്ളവരോട് പറഞ്ഞു, നമുക്ക് പുറത്തു പോകാൻ കഴിയില്ല. ഒരു പരീക്ഷണമാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മൾ കുടുങ്ങിപ്പോയി. ഇത് കേട്ടതോടെ ബാക്കിയുള്ള തടവുകാർക്കും പ്രതീക്ഷയില്ലാണ്ടായി. അങ്ങനെ ജയിലിലെ വിസിറ്റിംഗ് ഡേ എത്തി. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വരുന്നു. പരീക്ഷണം പൊളിയാതിരിക്കാൻ സിംബാഡോ ജയിൽ വൃത്തിയാക്കി. തടവുകാർക്ക് നല്ല ഭക്ഷണം നൽകി. അങ്ങനെ മാതാപിതാക്കൾ വന്നു. മക്കളുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് വിഷമം തോന്നി. പക്ഷെ ഇതൊരു പരീക്ഷണമാണല്ലോ എന്നോർത്ത് അവർ ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഒരു പള്ളിയിലച്ഛൻ ഇവരെ കാണാനെത്തി. അദ്ദേഹം ഓരോരുത്തരോടും ചോദിച്ചത്, നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങാൻ വേണ്ടി വക്കീലിനെ കണ്ടോ എന്നാണ്. പക്ഷെ അവർക്ക് വീണ്ടും കൺഫ്യൂഷനായി. കാരണം ഇതൊരു പരീക്ഷണമാണെങ്കിൽ എന്തിനാണ് വക്കീലിന്റെ ആവശ്യം? പള്ളിയിലച്ഛൻ പോയതിനു ശേഷം തടവുകാർ ഓരോരുത്തരായി തളർന്നു. ക്ലേറംസി എന്ന തടവുകാരൻ നിരാഹാരം തുടങ്ങി. ഗാർഡുകൾ അവനെ ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടു. എന്നിട്ട് മറ്റുള്ള തടവുകാരെ കൊണ്ട് പ്രിസണർ 819 ഡിഡ് എ ബാഡ് തിങ് എന്ന് ഉറക്കെ വിളിപ്പിച്ചു. ആ മുറിക്കുള്ളിൽ കിടന്ന 819 സ്വന്തം സുഹൃത്തുക്കൾ തന്നെ കളിയാക്കുന്നത് കണ്ട് തകർന്നുപോയി. അങ്ങനെ അവസാനം അവർക്ക് അവനെയും വിട്ടയക്കേണ്ടി വന്നു. 5-ാം ദിവസം രാത്രി സിംബാഡോയുടെ കാമുകിയായ ക്രിസ്റ്റീന മസാക്ക് അവിടെ വന്നു. അവരും ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ബാത്റൂമിൽ പോകാൻ സമ്മതിക്കാതെ തലയിൽ ബാഗ് വെച്ച് ചങ്ങലക്കിട്ട് നടത്തുന്ന വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവർ സിംബാഡോയോട് ദേഷ്യപ്പെട്ടു. എന്താണ് ഈ ചെയ്യുന്നത്? ഇത് പരീക്ഷണമല്ല, ഇതൊരു പീഡനമാണ്. ഇതിപ്പോൾ നിർത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടുപോകും. അപ്പോഴാണ് സിംബാഡോയ്ക്ക് ബോധം വന്നത്. താനും ആ ക്രൂരതയുടെ ഭാഗമായെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. 2 ആഴ്ച പ്ലാൻ ചെയ്ത പരീക്ഷണം 6-ാം ദിവസം രാവിലെ അദ്ദേഹം നിർത്തിവെച്ചു. ഗാർഡുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർക്ക് അധികാരം നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. തടവുകാർക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർക്കൊരു നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെയായിരുന്നു. നമ്മൾ ആരും വിശുദ്ധരല്ല. സാഹചര്യം അനുകൂലമായ അധികാരം കയ്യിൽ കിട്ടിയാൽ നമ്മളിലും ഒരു ഹിറ്റ്ലർ ഉണരും. ഇറാഖിലെ അബുഗ്രൈബ് എന്ന ജയിലിലെ തടവുകാരെ അമേരിക്കൻ പട്ടാളക്കാർ പീഡിപ്പിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ സിംബാഡോ പറഞ്ഞത്, ഞാനിത് 30 വർഷം മുമ്പ് കണ്ടതാണ് എന്നാണ്. ഒരു നല്ല മനുഷ്യൻ ചീത്തയാകാൻ അധികം സമയങ്ങൾ വേണ്ട, വെറും ദിവസങ്ങൾ മതി. നിങ്ങൾക്ക് ഇത് എന്ത് തോന്നുന്നു? നിങ്ങളായിരുന്നു ആ ഗാർഡിന്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വപ്നങ്ങളെ കുറിച്ചാണ്. സിനിമയിൽ കാണുന്നത് പോലെ സ്വപ്നങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ദിസ് ഈസ് ഐ വിൻഡോ സൈനിങ് ഓഫ്.